വീട്ടിലെത്തിയത് ശനിയാഴ്ചയായിരുന്നു. അതിൻ്റെ പിറ്റേന്ന് ദിവസം സൺഡേ തന്നെ ഞങ്ങൾ ബ്രോഡ്വേക്ക് വിട്ടുവിട്ടു. അതായത് ക്രിസ്മസിന്. അപ്പം അമ്മയ്ക്ക് ലീവായിരുന്നു, അമ്മ പോകണ്ടായിരുന്നില്ല. അങ്ങനെയാണ് നമ്മൾ സൺഡേ പോകാമെന്ന് വെച്ചാൽ. പക്ഷെ അതൊരു ഭയങ്കര മഹാബദ്ധമായി പോയെന്ന് കേട്ടോ. ഞങ്ങൾക്ക് അപ്പോഴാണ് കേട്ടോ ചിന്തിക്കാൻ കഴിഞ്ഞത് വീട്ടിൽ വന്നപ്പോൾ. കാരണം പൊരിഞ്ഞ് തിരക്കെന്ന് വെച്ചാൽ പൊരിഞ്ഞ് തിരക്കായിരുന്നു ഗൈസ്. ക്രിസ്മസ് എന്ന് വെച്ചാൽ ഒരു എറണാകുളംകാരുടെ ഒരു വികാരം എന്ന് വെച്ചാൽ അത് ബ്രോഡ്വേയിൽ പോവുക, അവിടെ സാധനങ്ങൾ വാങ്ങിക്കാനല്ലെങ്കിലും അവിടെ കാഴ്ചകൾ കാണുക, അതിനായിട്ട് മിക്കവരും പോണത്. അതായത് ഒരു പൊരിഞ്ഞ ജനക്കൂട്ടമായിരുന്നു. പിന്നെ ക്രിസ്മസ് ഷൂട്ട് പ്ലാൻ ചെയ്തതുകൊണ്ട് അവിടെ നിന്ന് ഒരു തൊപ്പിയും കണ്ണടയൊക്കെ വാങ്ങിച്ചിട്ട് അപ്പം തന്നെ 200 രൂപയായിട്ട് ഭയങ്കര കത്തി റേറ്റും ആയിരുന്നു കേട്ടോ. ഭയങ്കര റേറ്റുണ്ട് സാധനങ്ങൾക്കൊക്കെ. തൊപ്പിക്കൊക്കെ 50 രൂപയുണ്ട് പറയണേ. അപ്പോൾ അതേ നല്ല തിക്കും തിരക്കായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ കുട്ടികളെയും കൊണ്ടൊക്കെ പോകുമ്പോൾ അവർക്കും മുഷ് ചെയ്യാൻ ഭയങ്കര വാശി കാണിക്കും. നമുക്കും ഒരു സാധനം നോക്കി വാങ്ങിക്കാനോ അല്ലെങ്കിൽ കാഴ്ചകൾ കണ്ടിരിക്കാനോ, നമ്മൾ ഒറ്റയ്ക്കൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും ഇങ്ങനെ തിരക്കുണ്ടെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്ത് സാധനങ്ങളൊക്കെ ഒന്ന് നോക്കാം. പ്രത്യേകിച്ച് അവിടെ പോകണം തന്നെ ഇങ്ങനത്തെ ഒരു കാഴ്ചകളൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ട്. ഓരോ പപ്പാരികളെയും കാണാനായിട്ട്, അതായത് ക്രിസ്മസിൻ്റെ പിന്നെ ഡെക്കറേഷനും ഇതൊക്കെ കാണാനായിട്ട് പല പല വെറൈറ്റി സാധനങ്ങളും കാണാനായിട്ട്. അതേപോലെ ഡ്രസ്സുകളൊക്കെ ഉണ്ട്, ഇഷ്ടംമാതിരി ഡ്രസ്സുകളൊക്കെ ഉണ്ട്. ഭയങ്കര സ്ട്രീറ്റായിട്ട് നമ്മൾ കുറേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ഉള്ളതായിരിക്കാം. പക്ഷെ നമുക്കതൊന്നും നോക്കിയെടുക്കാനൊന്നും പറ്റില്ല. പൊരിഞ്ഞ തിരക്കായതുകൊണ്ട് തന്നെ നമുക്ക് വേഗം വീട്ടിലോട്ട് പോരേണ്ടി വന്നിട്ട്. കാരണം നമുക്ക് മടുത്തു. കാരണം ഒന്നും നടക്കാൻ പോകണില്ല, പിള്ളേരെ കൊണ്ട് പോകണോണ്ട്. അങ്ങനെ ആ തിക്കും തിരക്കിൽ നിന്ന് ഒരു കണക്കിന് നമ്മൾ പുറത്തിറങ്ങി മറൈൻ ഡ്രൈവിലോട്ട് വന്നു. എന്തിന് കുറച്ച് നേരം റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഒരു ഐസ്ക്രീം വാങ്ങിച്ചിട്ട് നടപ്പാണ്ട് കുരിപ്പ് ഒരു സ്ഥലത്തിരിക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവൾക്ക് ഇങ്ങനെ നടക്കണം. അങ്ങനെ നടന്ന് KSRTC സ്റ്റാൻഡിലെത്തി. അവിടെ നിന്ന് നേരെ വണ്ടി കയറി